നമസ്കാരം. ഏവർക്കും ഹെൽത്തി ടേസ്റ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോയുമായാണ് ഹെൽത്തി ടേസ്റ്റി എത്തിയിരിക്കുന്നത്. ടൈറ്റിൽ കണ്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ. റേഷനരി കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ള പുട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെയൊക്കെ വീടുകളിൽ റേഷനരി വാങ്ങിയാലും അത് ചോറ് തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് സ്മെല്ലുണ്ടാവും. അതുപോലെ കുറച്ച് പശ കൂടുതലായിരിക്കും റേഷനരിക്ക്. അതുകൊണ്ട് അധികം പേരും അത് ഉപയോഗിക്കാൻ മടി കാണിക്കാറുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി പുട്ട് തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 2 കിലോ റേഷനരിയാണ് എടുത്തിരിക്കുന്നത്. ഈ അരി ആദ്യം ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഇതിൽ കല്ലുണ്ടാകും, അതുപോലെ കറുത്ത അരിയോ മറ്റ് അഴുക്കുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം ഇത് കഴുകിയെടുക്കണം. ഈ റേഷനരിക്ക് ഒരു സ്മെല്ലുണ്ടാകുമല്ലോ, അപ്പോൾ ആ സ്മെല്ലൊന്ന് മാറുന്നതിന് വേണ്ടി ഒരു 7-8 തവണ നന്നായിട്ട് കഴുകണം. വെള്ളത്തിൽ കുതിർത്ത് വെക്കരുത്. അങ്ങനെ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ അരി പൊടിക്കാൻ പ്രയാസമായിരിക്കും. മാത്രമല്ല പൊടിച്ച് കിട്ടിയാലും ഈ പശപ്പ് കാരണം കുറച്ച് പശയോടെ അല്ലെങ്കിൽ ഒന്ന് കുഴഞ്ഞായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് വെള്ളത്തിൽ വെച്ച് കുതിർക്കരുത്. ഒരു 4-5 തവണ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ല് മാറുന്നത് വരെ, അതിപ്പോൾ 7-8 തവണയാകട്ടെ, നന്നായിട്ട് കഴുകി ആ വെള്ളം ഒന്ന് മാറ്റിയെടുക്കണം. പേപ്പറിലോ അല്ലെങ്കിൽ വൃത്തിയുള്ള തുണിയിലോ നിരത്തിയിട്ടോ അതല്ലെങ്കിൽ കണ്ണങ്ങളുള്ള പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടോ ഈ അരിയുടെ വെള്ളം മാറ്റിയെടുക്കണം. അതിനുശേഷം ഇത് മില്ലിൽ കൊടുത്ത് പൊടിച്ചെടുക്കണം. ഒരു 10 അല്ലെങ്കിൽ 11-12 രൂപയാകത്തേ ഉള്ളൂ 1 കിലോ അരി പൊടിച്ചെടുക്കാൻ. ഇത് പുട്ടുപൊടിയുടെ രൂപത്തിലാണ് നമുക്ക് പൊടിച്ച് കിട്ടുന്നത്. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകത്തില്ല, കുറച്ച് തരികളോടെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇതൊന്ന് പൊടിച്ചെടുക്കാം. അരി പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് മിക്സിയിൽ അത്ര പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് മില്ലിൽ തന്നെ കൊടുത്ത് പൊടിക്കാൻ പറയുന്നത്. മാത്രമല്ല വലിയൊരളവിലൊക്കെ അരിയിട്ട് അത് പൊടിച്ചെടുക്കുന്ന സമയത്ത് മിക്സിയിൽ പൊടിച്ചാൽ ശരിയാവില്ല. അതുകൊണ്ട് മില്ലിൽ തന്നെ കൊടുത്ത് പൊടിപ്പിക്കണം. അപ്പോൾ അരി ഇവിടെ നമുക്ക് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാർത്തെടുക്കണം. ഇതിൻ്റെ വെള്ളമയം ഒന്ന് മാറി നന്നായിട്ട് ചൂടായി വരുന്നത് വരെ ഇതൊന്ന് വറക്കണം. അരിപ്പൊടി നന്നായിട്ട് വറുത്തെടുത്തു. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് പുട്ടുണ്ടാക്കാം. ഈ പൊടി കൊണ്ട് പുട്ട് മാത്രമല്ല കൊഴുക്കട്ട ഉണ്ടാക്കാം, അതുപോലെ ഇലയപ്പം, കുമ്പിളപ്പം, ഇതൊക്കെ ഉണ്ടാക്കാൻ സൂപ്പറാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് ഉപയോഗിക്കാനും പറ്റും. ഞാനിവിടെ 2 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ വറുത്ത് വെച്ചിരുന്ന അരിപ്പൊടിയിൽ നിന്ന് 2 ഗ്ലാസ് അരിപ്പൊടി പുട്ടുണ്ടാക്കുവാൻ വേണ്ടി എടുത്തു. ഇത് പെട്ടെന്ന് ഏറി വരുന്ന ടൈപ്പ് അരിപ്പൊടിയാണ്. അതായത് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ നമ്മളിപ്പോൾ കാണുന്ന അളവിനേക്കാൾ കൂടുതലായിട്ട് ഇത് ഏറി വരും കുതിർന്ന് കഴിയുന്ന സമയത്ത്. അപ്പോൾ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് വെള്ളം കൂടി ഒഴിച്ച് നനച്ചെടുക്കാം. ഇത് നനച്ചെടുക്കുവാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. 2 ഗ്ലാസ് അരിക്ക് ഏകദേശം അതേ ഗ്ലാസ് അളവിൽ തന്നെ 1 ഗ്ലാസ് വെള്ളം മതിയാകും. അപ്പോൾ അതൊഴിച്ച് നന്നായി ഒന്ന് നനച്ചെടുക്കണം. ഞാനിവിടെ ഏകദേശം 1 ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം പുട്ടുപൊടി നനച്ചെടുക്കുവാൻ. ഇതിങ്ങനെ കയ്യിൽ വെച്ച് അമർത്തുന്ന സമയത്ത് കട്ടയായിട്ട് വരണം. അതുപോലെ ഇതൊന്ന് കട്ട ഉടച്ച് കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ പൊടിയായിട്ട് മാറണം. ആ ഒരു പരുവത്തിൽ വേണം നനച്ചെടുക്കുവാൻ. ഇനി ഇതിലേക്ക് ചെറിയ കട്ടകളൊക്കെ ഇതിലുണ്ടെങ്കിൽ അത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയായിട്ട് വീണ്ടും കിട്ടും. പൊടി മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പുട്ട് നമുക്ക് തയ്യാറാക്കുവാൻ പാകത്തിന് പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി തേങ്ങ കൂടി ചേർത്ത് പുട്ടുകുറ്റിയിലേക്ക് ഇത് നിറച്ചതിന് ശേഷം വേവിച്ചെടുക്കാം. ദാ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തയ്യാറായി കഴിഞ്ഞു. അരി നന്നായി കഴുകിയെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പുട്ടുപൊടിയുടെ അതേ ടേസ്റ്റോടു കൂടി തന്നെ നമുക്ക് ഈ റേഷനരി വെച്ചും നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കി നോക്കണം. അതിനുശേഷം ഞങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കണം. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.